ഏവർക്കും നമസ്കാരം. ഓശാന ടിവിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ചേരുന്നത്. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, പാടൂ സ്വരയമോനേ. ഒരു ചെറിയ കലാകാരനെ കൂടി നമ്മൾ ഇന്ന് നമ്മുടെ ഓശാന ടിവിയുടെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുകയാണ്. മൗനരാഗമലിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും വാരിളം പൂക്കളെ, നാമുണരുമ്പോൾ രാവലിയുമ്പോൾ. മനോ മാധവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഒരു ഈ ഗായക നിരയിലുണ്ട്. പക്ഷെ എന്നാലും സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തിനെ അറിയാം. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. അദ്ദേഹം പഠിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് വെളിനാട് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. ഒപ്പം അദ്ദേഹം ദേവസ്വം ബോർഡ് കോളേജിൽ പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു അദ്ദേഹം കുറച്ച് നാൾ. അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് നമ്മുടെ സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോ ഓടിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്ന സമയത്താണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടത്. രാവിൻ നീല കലികയിൽ ഏകദീപം നീ. മനോജേട്ടാ നമസ്കാരമുണ്ട്. നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ഗായക ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങൾ ഓശാന ടി വിക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പം അല്പനേരം പങ്കുവയ്ക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കരോക്കെ ഗാനമേളയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, കോവിഡൊക്കെ വന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ പരിപാടിക്കൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് ഈ പാട്ടുമായിട്ടൊക്കെ ഒരു കണക്ഷൻ തന്നെ. എന്നായിരിക്കും താങ്കൾ ഇങ്ങനെ ഒരു ഗായകനാണെന്ന് താങ്കൾക്ക് തോന്നിയത്? അതൊരു 2000 കാലഘട്ടത്തിലൊക്കെ പരിപാടിക്കൊക്കെ നമ്മൾ പലയിടത്തൊക്കെ നമ്മൾ മൈക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരിപാടിക്കൊക്കെ പോകാറുണ്ട്. അപ്പം അങ്ങനെ ഇത് എനിക്ക് പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു മനസ്സിൽ വന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് നടത്തി. അങ്ങനെയാണ്. സംഗീതം പഠിച്ചിട്ടുണ്ട്? ഇല്ല, പഠിച്ചിട്ടില്ല. എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. ഒരു ആശാന്റെ പോയിട്ടുണ്ട്. നെച്ചൂർ രതീഷ് മാഷ് കുറച്ച് നാൾ പോയതാ. നമ്മുടെ ഈ പള്ളിക്കാവ് അമ്പലത്തിലുണ്ടായിരുന്ന സമയത്ത് 2000 കാലഘട്ടത്തിൽ. കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ. ഈ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് സാധാരണ കലാകാരന്മാരെല്ലാം കുഞ്ഞിലെ മുതൽ പാട്ടൊക്കെ പാടിയൊക്കെ വരുന്നവരാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ഓർമ്മകളുണ്ടോ? ഇല്ല, സ്കൂൾ യുവജനോത്സവങ്ങളിലും അങ്ങനെ ഒന്നും പരിപാടിക്കും ഞാൻ പങ്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ DB കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒരു പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. അതിനൊക്കെ ശേഷമാണ് ഞാൻ ഈ പരിപാടിയായിട്ടൊക്കെ വരുന്നത്. സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ ഏതേതോ കഥയിൽ. അത് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പാടാനുള്ള സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഓട്ടോ ജീവിതവും സംഗീത ജീവിതവും കൂടി എങ്ങനെ കൊണ്ടുപോകും? അതിന് സമയം കിട്ടാറുണ്ട്. ഓട്ടോ ഇല്ലാത്ത സമയത്തൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് അതൊന്ന് പാടി നോക്കും. എന്നിട്ടത് പാട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നല്ല അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അത് വീണ്ടും മെച്ചപ്പെടുത്താമെന്ന് അങ്ങനെ തീരുമാനിച്ചാണ്. സായന്തനം ചന്ദ്രിക ലോലമാ. സാധാരണ ആൾക്കാര് വളരെ ചെറിയ പാട്ടുകളാണ് എടുക്കുന്നത്. താങ്കൾ പാടുന്ന പാട്ടുകളെല്ലാം അത്യാവശ്യം യേശുദാസിന്റെ അല്ലെങ്കിൽ നല്ല ലാലേട്ടന്റെ ഒക്കെ നല്ല പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്താണ് പാടുന്നത്. അതെന്താണ് അങ്ങനെ? നാലമ്പലം നലമിഴും സ്വർഗമാ, മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ
പ്രിയതേ. എനിക്ക് ക്ലാസിക്കൽ പാട്ടുകളുമായിട്ട് ഇച്ചിരി ടച്ച് ഉണ്ട് കൂടുതലായിട്ടും, അതാണ് ഇഷ്ടം. മെലഡിയും അങ്ങനെ താല്പര്യമൊക്കെ ഉള്ളതാണ്. അങ്ങനത്തെ പാട്ടാണ്, ദാസേട്ടൻ്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണ്, മെയിൻ കാരണം. സൗപർണികാമൃത വീച്ചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും. നിലവില് ദാസേട്ടന്റെ ഗാനവുമായിട്ട് താങ്കളുടെ ശബ്ദത്തിന് ഒരു ചെറിയ ടച്ചൊക്കെ വരുന്നുണ്ട് ഈ പാട്ടിനിടയ്ക്ക്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ വന്നാൽ തന്നെ അത് ഈശ്വരാധീനം എന്നേ പറയാനുള്ളൂ. കരിമഷി പടരുമേ കൽവിളക്കിൽ കനകാങ്കുലിയായി തെളിയേണം. നിലവില് ഈ വേറെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ പോകാറുണ്ടോ? അതോ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എങ്ങനെയാണ്? കല്യാണ പരിപാടികൾ, അല്ല ഗാനമേളയായിട്ട് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. തരങ്കണി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അത് കോവിഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ടച്ച് വിട്ടു. അപ്പോൾ ട്രൂപ്പ് ഇപ്പോഴും ഞങ്ങൾ വീണ്ടും അതൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നിലവിലെ ആൽബങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പാടുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും? അമരക്കുളത്തപ്പൻ എന്ന് പറഞ്ഞ ഒരു ആൽബം ചെയ്തു, അത് കളമ്പൂരുള്ള ഒരു ക്ഷേത്രത്തിലെയാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ണൂരുള്ള ഒരു അമ്പലം, പാലൂർ അമ്പലത്തിലെ ഒരു ആൽബം ചെയ്തു. സാരി സ സരി സ സരി സ സാരി സരീരി നീനി രീരി നീനി മദനി സരി ഗരി രി ഗരി രി ഗരി രി ഗരി ഗാ ഗരി രി ഗാ ഗരി രി സരി ഗമ പാദ പ പദ പ പദ പ പാദ പ സാ സദാദ മദനി സ സാരി സ സരി സ സരി സ സാരി സ ഗാ ഗരി രി മദനി രി. നമ്മുടെ ഗിരീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു സംവിധാനത്തിലാണ് അത് ചെയ്തത്. അങ്ങനെ 2 ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. പണ്ടേ ഒരു പാട്ട് പഠിക്കണമെന്നൊക്കെ തോന്നിയിരുന്നു? പാട്ട് പഠിക്കണമെന്ന് തോന്നി, അതൊന്നും അങ്ങനെ സമയത്ത് നടന്നില്ല. നിൻ പ്രസാദ മധുര ഭാവമെവിടെ, നിൻ വിലാസലയ തരംഗമെവിടെ, എന്നുൾച്ചെരാതിൽ നീ ജീവനാളമായി വന്നു. ഇപ്പോഴാണെങ്കിലും പഠിച്ചാൽ മതി. അതിനിപ്പോൾ നമുക്ക് സമയം കണ്ടെത്തി അതിന് വേണ്ടി പോയാൽ മതി. ഇപ്പോൾ ഏത് സമയവും ഞാൻ തയ്യാറാണ് അതിന് വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും. അപ്പോൾ പോകണമെന്ന് കരുതിയിരിക്കുന്നു. മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ. ഫാമിലിനെ കുറിച്ച് പറയാം. ഫാമിലി വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, 2 കുട്ടികൾ. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലയായി ജീവിതം. നിലവില് ഇപ്പോ താങ്കൾ പഠിച്ചിരുന്ന സ്കൂൾ സെന്റ് പോൾസ് ആണ്. അവിടെ പ്രോഗ്രാമിന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവിടെ പ്രോഗ്രാമിന് അവിടെ ചെന്ന് പാടിയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ എന്തെങ്കിലും പരിപാടി കിട്ടിയാൽ, സ്റ്റേജൊക്കെ കിട്ടിയാൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പൂ കൊണ്ടു മൂടുന്നു വൃന്ദാവനം, സിന്ദൂരമണിയുന്നു രാഗാംബരം, പാടൂ സ്വരയമോനേ. എന്നാണെങ്കിലും മനോമാധവ് ഒരു ഗായകൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് നമുക്ക് ഒരു കുറച്ച് സമയമെങ്കിലും പാട്ട് പാടാനായിട്ട്, ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ഉണ്ട്. അത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങളുടെ ഈ ചെറിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത മനോമാധവന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം നല്ല രീതിയിൽ ഇനിയും ഗാനങ്ങൾ പാടുവാനും മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കുവാനൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.